കോഴിക്കോട് മലാപ്പറമ്പിൽ ദേശീയപാത നിർമ്മാണം തടഞ്ഞ പ്രദേശവാസികൾ തണ്ണീർത്തടത്തിൽ മണ്ണിടുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മിഥില, മലാപ്പറമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി ദേശീയപാത നിർമ്മാണം തടയുന്നത് തണ്ണീർത്തടം മണ്ണിട്ട് പ്രകൃതിക്ക് വിരുദ്ധമായി പരിസ്ഥിതിക്ക് വിരുദ്ധമായി നിർമ്മാണം നടത്തുന്നു എന്നാരോപിച്ചാണല്ലോ. ഇതിൽ അധികാരികൾ ആരെങ്കിലും ഇവരുടെ ഈ പരാതികൾ കേൾക്കാൻ എത്തിയിട്ടുണ്ടോ? ദേശീയപാത നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണോ മലാപ്പറമ്പിൽ? ഗോപി, ഇപ്പോൾ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനം തടസ്സപ്പെട്ടത്. ഇപ്പോൾ കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എന്താണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ കാരണം? പ്രതിഷേധം എന്താ വെച്ചാൽ ഈ പ്രദേശത്തെ തണ്ണീർത്തടം NH നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കരാർ കമ്പനി കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിയിട്ട് മണ്ണിട്ട് നികത്തുക. ഇതിന്റെ ഭാഗമായിട്ട് അതിന്റെ കിഴക്ക് പ്രദേശത്തുള്ള ഒട്ടേറെ ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ഒന്നെന്ന് വെച്ചാൽ തണ്ണീർത്തടം നിലനിർത്തേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളെ കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത് തകർന്നത്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം 4 ദിവസം മുന്നേ വില്ലേജ് ഓഫീസറും 3 വില്ലേജ് ഓഫീസർമാർ കൂട്ടുള്ളി, ചേവായൂർ, അതിൻ്റെ തൊട്ടടുത്ത വില്ലേജ് ഓഫീസർ, മെഡിക്കൽ കോളേജ് പോലീസ്, ചേവായൂർ പോലീസെല്ലാം എത്തി ഇവരവിടെ നിന്ന് ഒരു 10 ലോഡ് മണ്ണെടുത്ത് മാറ്റി പിന്നെ തുടർന്ന് എടുക്കാന്നുള്ള എഗ്രിമെന്റിലാണ് വണ്ടി ഒന്നും CC ചെയ്യാതെ ഞങ്ങൾ വിട്ടത്. ഞങ്ങളൊരു മനസ്സിൻ്റെ ഇതുകൊണ്ട് വിട്ടതാണ്. അതിപ്പോൾ പ്രയാസം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇന്നലെ അവരെ വീണ്ടും ഇന്നലെ വിളിച്ചിട്ട് ജയരാജ് അറിയില്ല, ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. ജയരാജനെ വിളിച്ച് അവരോട് പറഞ്ഞ് മണ്ണെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം, മഴയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞു. ഇവരെടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാതെ ഇന്ന് അതിൻ്റെ പുറത്ത് ഇന്നലെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് മണ്ണടിച്ച് നമ്മളെ പരിഹസിക്കുക. അതായത് മലാപ്പറമ്പ് വാച്ചാക്ക് ഭാഗത്തെ പ്രദേശത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവരെ ഈ വർക്ക് ഇവിടെ തടയാൻ കാരണം. ഞങ്ങൾ NH ഓഫീസ് പോയിരുന്നു. അവിടെ ഇന്ന് ലീവ് ആയതുകൊണ്ട് അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇവർ ഇത് മണ്ണെടുക്കുന്നതിന് ഒരു പരിഹാര മാർഗ്ഗം എന്നുള്ളതാണ്. NH നിർമ്മാണം തടയാന്നുള്ളതൊന്നും ഞങ്ങളൊരു വിഷയമല്ല, കാരണം വർക്ക് നടക്കേണ്ടതാണ്. പക്ഷേ അതിന് പരിഹാരം കണ്ടതിന് ശേഷം വർക്ക് നടത്തിയാൽ മതി. ഇവരിതിൻ്റെ പേരിൽ ഈ നിർമ്മാണ കമ്പനി KMCL കോടിക്കണക്കിന് ഉറുപ്പിക ഭൂമിയുടെ മേറ്റ് വാങ്ങിയതിന് ശേഷമാണ് അവിടെ മണ്ണടിച്ചു കൊടുക്കുന്നത്. അതായത് 7.5 ഏക്കർ സ്ഥലത്ത് ഇവർ നിരന്തരം ഇതിൻ്റെ പേരിൽ 3 ടിപ്പർ ലോറിയും ഒരു JCBയും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ പിടിച്ച് 50 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് അവരെടുത്ത്. അപ്പോൾ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ മണ്ണിട്ട് നികത്തി കൊടുക്കുക എന്നുള്ള വിഷയമാണ് അവരെ മുന്നിലുള്ളത്. മണ്ണ് മാറ്റുന്നവരെ പ്രതിഷേധം തുടരാൻ അവിടുന്ന് അവിടുത്തെ പ്രകൃതി, ആ ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു നിലനിന്നത് ആ രീതിയിലേക്ക് അവർ മാറ്റി തരണം. അതാണ് ഞങ്ങൾ ആവശ്യം. അല്ലാതെ ഈ ഒരു വർക്കും ഇനി മലാപ്പുറം ഭാഗത്ത് നടത്താമല്ല. അതുപോലെ തന്നെയാണ് മലാപ്പുറം ഭാഗത്ത് എല്ലാ ജനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഫ് ലിങ്ക് റോഡ് അത് എന്നേക്കായിട്ട് അടച്ചു പോവുകയാണ്. അത് നിലവിലിപ്പം അവിടെ തണ്ണീർത്തടത്തിലിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാതെ പ്രവർത്തനം നിങ്ങൾ ഒരു പ്രവർത്തനം അനുവദിക്കൂല. അത് ഞങ്ങൾ മെയിൻ ആവശ്യം. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള ഒരു സ്രോതസ്സാണ് ആ തണ്ണീർത്തടം. അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടത്തിന് മണ്ണിട്ട് നികത്താൻ ഇവർക്ക് ആരും അധികാരം കൊടുത്തില്ല. ഇവർക്ക് റോഡ് നിർമ്മിക്കാൻ എത്ര ദൂരം മാറിയിട്ടാണ്? ഇപ്പോൾ ഒരു 200-300 മീറ്റർ മാറിയിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ഇവിടെയായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് തടയേണ്ടത്. ഗോപി, ഇവിടെ നിന്നും 200 മീറ്റർ മാറിയ ഒരു സ്ഥലത്താണ് മണ്ണിട്ടത്. ഈ ഭാഗത്താണ് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജോലികൾ തടയുകയാണ്. ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാതെ ഈ പ്രവർത്തനം പുനരാരംഭിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു. നമുക്ക് ജനങ്ങളുടെ ഈ ആവശ്യം തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ് എന്ന് കാണാൻ കഴിയും. കാരണം ആ പ്രദേശത്തെ പരിസ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അനുവദിക്കില്ല. അല്ലാതെ ദേശീയപാത നിർമ്മാണത്തെ തടസ്സപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവിടുത്തെ തണ്ണീർത്തടത്തെ ഇല്ലാതാക്കുന്ന, അവിടുത്തെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വന്ന് സംസാരിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ആരാണ് ഈ ഡിസൈൻ ചെയ്തത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തണ്ണീർത്തടം മണ്ണിട്ട് മൂടിക്കൊണ്ടുള്ള ഒരു ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുത്തത്? ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ മിഥില? ഗോപി, കരാർ കമ്പനി പ്രതിനിധി അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ കരാർ കമ്പനി പ്രതിനിധിയോട് ചോദിച്ചു നോക്കാം. അദ്ദേഹം പ്രതികരിക്കുമോ എന്നറിയില്ല. എന്താണ് ഇതിൽ പറയാനുള്ളത്? അതിൻ്റെ ബന്ധപ്പെട്ട ആൾ വരുന്നുണ്ട്. അവർ അതിനെപ്പറ്റി പറയും. ഇപ്പോൾ കുറച്ച് നമ്മളെ പറയുന്നത് തണ്ണീർത്തടം നികത്തുന്നു എന്നാണ്. അതിനെ പറ്റിയിട്ടുള്ള ബന്ധപ്പെട്ട ആൾ വരുന്നുണ്ട്. അതിൻ്റെ ആരാണ് വരുന്നത്? അതിൻ്റെ PRO വരുന്നുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. പ്രതിഷേധം ഉണ്ടായ സാഹചര്യം അവിടെ നിന്ന് മുന്നേ നീക്കം ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത് അവിടെ ഒരു സൈഡിൽ കൊണ്ടിട്ടായിരുന്നു. പിന്നെ അത് നീക്കി അത് കുറച്ച് പരത്തേണ്ടി വന്നു. വീണ്ടും മണ്ണിട്ടതിനാണ് പ്രതിഷേധം. അത് എടുത്ത് അതിനെ പറ്റി പറയാനുള്ളത് എന്തുകൊണ്ടാണ് അത് കൊണ്ടിട്ടത് എന്നുള്ളത് അതിൻ്റെ PRO ഒരു 2 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. അവർ പറയട്ടെ. ഗോപി, PRO കരാർ കമ്പനി PRO ഇങ്ങോട്ട് എത്തും എന്നാണ് പറഞ്ഞത്. മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് എത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്താണ്, അവർക്കിതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് പ്രദേശവാസികളെ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥലം കൗൺസിലർ പ്രവീൺ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്?
ഇത് വളരെ നേരത്തെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ സമയത്ത് തന്നെ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള KMC കമ്പനി മലാപ്പറമ്പത്ത് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങളിലൊന്നായിട്ടുള്ള കോട്ടൂളി തണ്ണീർത്തടങ്ങളുടെ ഭാഗമായിട്ടുള്ള പാച്ചാക്കൽ പ്രദേശത്ത്